രോഗികളെ പരിചരിക്കേണ്ടവർ ജൂനിയർ വിദ്യാർത്ഥികളുടെ ശരീരത്തിൽ കത്തി കുത്തി കയറ്റുന്ന കൊടും ക്രൂരതയാണ് കോട്ടയത്തെ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിലെ വാർത്തകളിൽ നിന്നും നമ്മൾ കേട്ടത്. എന്നാൽ പ്രതികളായ 5 വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കുകയും കേസ് അന്വേഷിക്കാൻ 3 അംഗ സമിതിയെ നിയോഗിക്കുകയും ചെയ്തതിൽ തീരുന്നതല്ല കോളേജ് അധികൃതരുടെ ഉത്തരവാദിത്തം. മറ്റ് ജൂനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് വിവരം ശേഖരിക്കുകയും തുടർ നടപടികൾക്ക് ശ്രമിക്കുകയും ചെയ്യാത്തതിൽ പരക്കെ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. ഹോസ്റ്റലിൽ സ്ഥിരമായി മദ്യമടക്കമുള്ള സാധനങ്ങൾ എത്തിച്ചിട്ടും ഇതുവരെ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. രാത്രി ഏത് സമയത്തും ഈ വിദ്യാർത്ഥികൾ ഹോസ്റ്റലിന് പുറത്ത് പോകുമായിരുന്നു. ഹോസ്റ്റലിലെ വാർഡന്മാരെയും വിശദമായി ചോദ്യം ചെയ്തിട്ടില്ല. ഹോസ്റ്റലിൽ 3 മാസമായി കൊടും ക്രൂരതകൾ തുടരുകയാണ്. റാഗിങ്ങിന് ഇരകളായ വിദ്യാർത്ഥികളിൽ 3 പേരാണ് കോളേജിൽ പരാതി നൽകിയിട്ടുള്ളത്. ഇതിൽ ഒരു വിദ്യാർത്ഥിയുടെ മൊഴിയിലാണ് കേസെടുത്തത്. കോട്ടയം നഴ്സിംഗ് ഹോസ്റ്റലിൽ നടന്ന റാഗിംഗ് ആയിരുന്നില്ല, മറിച്ച് കൊല്ലാക്കൊലയായിരുന്നു. നിലവിളിക്കുമ്പോൾ മുറിവിൽ മാത്രമല്ല, വായിലും കണ്ണിലും ലോഷൻ ഒഴിക്കുകയും നഗ്നരാക്കിയ ശേഷം സ്വകാര്യ ഭാഗങ്ങളിൽ ജിംനേഷ്യത്തിൽ ഉപയോഗിക്കുന്ന ഡംബൽ കെട്ടിത്തൂക്കുകയും സൂചി ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുക, നഖത്തിനടിയിൽ ആണി കയറ്റുക, കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ ക്രൂരകൃത്യങ്ങൾ പോലീസ് പിടിച്ചെടുത്ത മൊബൈൽ ദൃശ്യങ്ങളിലുണ്ട്. ഇതിന് പിന്നാലെയാണ് ഞാൻ വട്ടം വരയ്ക്കാം എന്നും പറഞ്ഞു പ്രതികളിൽ ഒരാൾ ഡിവൈഡർ കൊണ്ട് ജൂനിയർ വിദ്യാർത്ഥിയുടെ വയറിൽ കുത്തി പരിക്കേൽപ്പിക്കുന്നത്. 3 മാസമായി കോട്ടയം ഗാന്ധിനഗറിലെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ 1-ാം വർഷ വിദ്യാർത്ഥികളെ അതിക്രൂരമായ റാഗിംഗ് നടത്തിയ 5 സീനിയർ വിദ്യാർത്ഥികൾ ഒടുവിൽ അഴിക്കുള്ളിലായിരിക്കുകയാണ്. CPM അനുകൂല സംഘടനയായ കേരള ഗവൺമെന്റ് സ്റ്റുഡൻസ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി KP രാഹുൽ രാജ്, അസോസിയേഷൻ അംഗങ്ങളായ സാമുവൽ ജോൺസൺ, NS ജീവ, മലപ്പുറം മഞ്ചേരി പയ്യനാട് കച്ചേരിപ്പടിയിൽ C റിജിൻ ജിത്ത്, NV വിവേക് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അറസ്റ്റിലായ രാഹുലും റിജിലും വിവേകും 3-ാം വർഷ വിദ്യാർത്ഥികളും സാമുവലും ജീവയും 2-ാം വർഷക്കാരുമാണ്. ക്രൂരതകൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് മറ്റ് ജൂനിയർ വിദ്യാർത്ഥികളെ കാണിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തിരുന്നു. പ്രതികൾ ഹോസ്റ്റലിൽ ഗുണ്ടാ നേതാക്കളെ പോലെയാണ് പെരുമാറിയിരുന്നത്. പ്രധാന പ്രതി രാഹുൽ രാജിന്റെ CPM സ്വാധീനവും സംഘടനാ ബന്ധവും മറയാക്കിയായിരുന്നു ക്രൂരതകൾ. മനസ്സാക്ഷിയെ നടുക്കിയ സംഭവത്തിൽ സംസ്ഥാന മന്ത്രിമാരോ ഇടതു രാഷ്ട്രീയ സംഘടനകളോ ജനപ്രതിനിധികളോ അപലപിക്കാൻ ഇതുവരെ തയ്യാറായതുമില്ല. കൊല്ലാക്കൊല സഹിക്കാനാവാതെ വിദ്യാർത്ഥികൾ കോളേജ് അധികൃതർക്ക് നൽകിയ പരാതി പിൻവലിക്കാൻ സമ്മർദ്ദവും ഉണ്ടായിരുന്നു. പിന്നീട് കേസ് മയപ്പെടുത്താൻ പോലീസിനും ഇടപെടലുണ്ടായി. 14 ദിവസത്തെ റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്യാത്തതും ഉന്നത സ്വാധീനത്തിലാണെന്ന് പറയപ്പെടുന്നു. പ്രതികളായ വിദ്യാർത്ഥികളിൽ ചിലർ പാർട്ടി സ്വാധീനത്തിലാണ് നഴ്സിംഗിന് പ്രവേശനം നേടിയത്. അറസ്റ്റിലായ വിദ്യാർത്ഥികൾ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു എന്നറിയാൻ വൈദ്യപരിശോധനയും നടത്തേണ്ടതുണ്ട്. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ നടന്ന അതിക്രൂര റാഗിങ്ങിൽ സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് 10 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മനുഷ്യാവകാശ സംഘടനയായ സഹ്യാദ്രി റൈറ്റ്സ് ഫോറം നൽകിയ പരാതിയിലാണ് കമ്മീഷന്റെ നടപടി. റാഗിങ്ങിന്റെ ക്രൂര ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് കമ്മീഷന്റെ ഇടപെടൽ. ക്രൂര റാഗിങ്ങിന്റെ വിശദാംശങ്ങളടക്കം വ്യക്തമാക്കിയാണ് മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ പ്രിയങ്ക് കനൂൽഗോയുടെ കത്ത്. DGPയിൽ നിന്ന് റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം മറ്റു നടപടിയിലേക്ക് കടക്കുമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്.